നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാലിന്യം നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ വലിച്ചെറിയാൻ നടത്തിയ ശ്രമങ്ങൾ സ്പെഷ്യൽ നൈറ്റ് സ്ക്വാഡിന്റെ ഇടപെടൽ കണ്ടെത്തി തടഞ്ഞുവെന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ അറിയിച്ചു. അനധികൃതമായി മാലിന്യം ശേഖരിച്ചതിനടക്കം ഉപയോഗിച്ച വാഹനങ്ങൾ പിടിച്ചെടുത്ത് പോലീസിന് കൈമാറുകയും പിഴ ചുമത്തുകയും ചെയ്തു. സ്പെഷ്യൽ നൈറ്റ് സ്ക്വാഡിന്റെ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരും. കഴിഞ്ഞ ദിവസങ്ങളിൽ പിടികൂടിയ കേസുകൾ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ആകെ 10 കേസുകളാണ് എടുത്തിട്ടുള്ളത്. ഫോർട്ട്, പൂന്തറ, തമ്പാനൂർ പോലീസ് സ്റ്റേഷനുകളിൽ 1 വീതവും വഞ്ചൂർ സ്റ്റേഷനിൽ 5ഉം കന്റോൺമെന്റ് സ്റ്റേഷനിൽ 2ഉം കേസുകൾ എടുത്തിട്ടുണ്ട്. പൊതുനീരത്തിലും ജലാശയങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നവരുടെ ചിത്രങ്ങൾ പകർത്തി 9447377477 എന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ അയച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കർക്കശമായ നടപടികൾ സ്വീകരിക്കും. മാലിന്യമുക്ത നഗരത്തിന് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് മാര്യ ഫേസ്ബുക്കിൽ കുറിച്ചു. കഴിഞ്ഞ ദിവസം ആമയണിച്ചാൻ തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിവിട്ടതിനെ തുടർന്ന് തമ്പാനൂരിൽ പ്രവർത്തിക്കുന്ന പോത്തീസ് സ്വർണ്ണമഹൽ സ്ഥാപനം കോർപ്പറേഷൻ പൂട്ടിച്ചിരുന്നു. ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിച്ചിരുന്നതെന്നും കണ്ടെത്തി. പോലീസും കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥാപനത്തിലെത്തിയായിരുന്നു പൂട്ടിച്ചത്. പോത്തീസ് സ്വർണ്ണമഹലിൽ നിന്നും കക്കൂസ് മാലിന്യം ഓടയിലേക്ക് ഒഴുകുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നഗരസഭയ്ക്ക് കഴിഞ്ഞ ദിവസം ലഭിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇത് ശരിയാണെന്ന് തെളിയുകയും ചെയ്തു. വിമർശനങ്ങളുടെ കുത്തൊഴുക്ക് മാലിന്യമല പോലെ വന്നടിയുമ്പോഴും ആര്യയ്ക്ക് പാർട്ടി ജില്ലാ കമ്മിറ്റി ഒരു അവസരം കൂടി നൽകുകയാണ്. ശുചീകരണത്തിനിറങ്ങിയ കരാർ തൊഴിലാളി മരിക്കാനുള്ള കാരണം റെയിൽവേയുടെ അനാസ്ഥ കൂടിയാണ്. കോർപ്പറേഷനുമായി സഹകരിക്കാൻ റെയിൽവേ തയ്യാറാകുന്നുമില്ല. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ റെയിൽവേ പ്ലാറ്റ്ഫോമിന് അടിയിലൂടെ പോകുന്ന ആമയണിച്ചാൻ തോടിന്റെ ഭാഗം ശുചിയാക്കാനുള്ള ചുമതല റെയിൽവേക്ക് നൽകിയെങ്കിലും അവരത് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല. അതിനെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്നത് സംബന്ധിച്ച് നഗരസഭയ്ക്ക് യാതൊരു വ്യക്തതയുമില്ല. രാമചന്ദ്രനും പോത്തീസും സ്വർണ്ണമഹലും മാത്രമല്ല, നഗരത്തിലെ ഏതാണ്ട് വൻകിട സ്ഥാപനങ്ങളും ഓടയിലേക്ക് മലിനജലം, കക്കൂസ് മാലിന്യവും ഒഴുക്കിവിടുന്നുണ്ട്. ഇത് വർഷങ്ങളായി നടക്കുന്ന കാര്യമാണ്. നടപടിയെടുക്കേണ്ടത് അതാത് നഗരസഭാ സർക്കിളുകളിലുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർമാരാണ്. ഇവർ ഇത്രയും നാൾ എവിടെയായിരുന്നു? പോത്തീസ് സ്വർണ്ണമഹൽ പ്രവർത്തനം തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞു. ലൈസൻസ് ഇല്ലെന്ന് നഗരസഭ കണ്ടെത്തിയതും കഴിഞ്ഞ ദിവസമാണ്. ആ സ്ഥാപനത്തിന് കെട്ടിട നമ്പർ നൽകിയത് നഗരസഭയാണെങ്കിൽ ലൈസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന കാര്യവും നഗരസഭയ്ക്ക് അറിയാം. നഗരഭരണാധികാരികളുടെ അറിവില്ലാതെ ഒരു സ്ഥാപനവും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കില്ല. കെ ചന്ദ്രിക മേയറായിരുന്ന കാലത്താണ് പോത്തീസ് സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചത്. അതിനും ലൈസൻസും കെട്ടിട നമ്പറും ഇല്ലായിരുന്നു. ഏറെ വിവാദങ്ങൾക്ക് ശേഷമാണ് അതൊക്കെ ഉണ്ടായത്. നഗരത്തിലെ ചില CPM നേതാക്കൾ ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് പണം വാങ്ങി കോടിക്കണക്കിന് രൂപയുടെ വരുമാന നഷ്ടമാണ് നഗരസഭയ്ക്ക് വരുത്തിവെക്കുന്നത്. മേയർക്ക് അതിൽ നേരിട്ട് പങ്കൊന്നുമില്ല. എന്നാൽ നഗരഭരണത്തെ നിയന്ത്രിക്കുന്ന ചില മുതിർന്ന നേതാക്കളും കൗൺസിലർമാരുമുണ്ട്. അവരാണ് പിൻസീറ്റിൽ നിന്ന് ഭരണം നിയന്ത്രിക്കുന്നത്. അവരുടെ മൗനാനുവാദത്തോടെയാണ് ഇതെല്ലാം അരങ്ങേറുന്നത്. നഗരം നന്നായില്ല എങ്കിലും തങ്ങളെ രാഷ്ട്രീയ കളി വിജയിക്കണമെന്നാണ് ചിലരുടെ ആഗ്രഹം. അതുകൊണ്ട് മാത്രമാണ് ഈ നഗരം ഇപ്പോഴും കുപ്പത്തൊട്ടിയായി കിടക്കുന്നത്. ആമയണിച്ചാൻ തോട്ടിൽ റെയിൽവേയുടെ കരാർ ശുചീകരണ തൊഴിലാളി ഒഴുക്കിൽപ്പെട്ട് മരിച്ച സംഭവത്തിൽ കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥത ആരോപിച്ച് പ്രതിപക്ഷ കക്ഷികൾ സമരം തുടരുന്നതിനിടെയാണ് കടുത്ത നടപടിയുമായി നഗരസഭയും മുന്നോട്ടു പോയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.